So the next is the practice of pristine witnessing. ഇതിൽ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടി പഠിക്കാം. ഇത് മാച്ചോട്ടെ, ഇത് എഴുതിയിടുന്നില്ലേ? ഓക്കെ. ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക, 2 ലൈൻസ് അല്ലേ? ഇത് നമ്മൾ ഹൈബർനേഷൻ മെത്തേഡ് അല്ലേ? ഇത് ഇൻഡ്യൂസ്ഡ് തോട്ട് പ്രോസസ്, ഇത് സെൽഫ് തോട്ട് പ്രോസസ് അല്ലേ? ഇത് നമ്മൾ തോട്ട്സ് പ്ലേസ് ചെയ്തു, ഇത് നമ്മൾ തോട്ട്സ് പ്ലേസ് ചെയ്തു. അപ്പോൾ ഈ നമ്മുടെ ലൈഫ് എടുത്തു കഴിഞ്ഞാൽ വി ഫൈൻഡ് മീനിങ് ഇൻ അസോസിയേഷൻ വിത്ത് സൊസൈറ്റി അല്ലേ? ഓക്കെ, വിതൗട്ട് എ ഫാമിലി യു ഡോണ്ട് ഫീൽ ഗുഡ് അല്ലേ? വിതൗട്ട് ലവേഴ്സ്, വിതൗട്ട് ഫ്രണ്ട്സ്, ഹൗ കുഡ് യു ലിവ് ഇൻ ദിസ് വേൾഡ്? ഇമോഷണൽ ഇൻ്റലിജൻസ് നമ്മൾ പഠിച്ചു എന്ന് വെച്ചിട്ട് നമ്മളതിനെ കട്ട് ഓഫ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ വി ഹാവ് ടു എൻഹാൻസ് ദാറ്റ് നാക്ക് ഇൻ എ ഡിഫറെൻറ്റ് വേ അല്ലേ? അതാണ് ഈ പ്രിസ്റ്റീൻ വിറ്റ്നസിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നൗ യു സെറ്റ് യുവർ ഗോൾ ഹിയർ. നിങ്ങളുടെ അടുത്ത പ്രശ്നമാണ് പറയുന്നത്, ശ്രദ്ധിച്ച് കേൾക്കുക. ഇൻഡ്യൂസ്ഡ് തോട്ട് പ്രോസസ് വാസ് യുവർ ഗോൾ അല്ലേ? അത് ജീവിക്കുക എന്നുള്ളതായിരുന്നു നിങ്ങളുടെ ഗോൾ ഇത്ര നാൾ. കാരണം നിങ്ങൾ തോട്ടിനെ കുറിച്ച് പഠിച്ചില്ല, നിങ്ങൾ സിന്തസിസ് പഠിച്ചിരുന്നില്ല. സോ ആ ഇൻഡ്യൂസ്ഡ് തോട്ടിലൂടെ പോകലായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം. അത് തരുന്ന ലക്ഷ്യങ്ങളായിരുന്നു നിങ്ങൾക്ക്. ഇപ്പോൾ എൻജിനീയർ ആവണം, ഡോക്ടർ ആവണം, സക്സസ്ഫുൾ ആവണം. ഇതൊന്നും നിങ്ങൾ ചെറുപ്പത്തിൽ ജനിച്ചപ്പോൾ ഉണ്ടായ തോട്ട്സ് ഒന്നുമല്ല. ആ ഇൻഡ്യൂസ്ഡ് സിസ്റ്റത്തിൽ നിന്ന് കിട്ടിയ ഗോൾസ് ആയിരുന്നു നിങ്ങളുടെ. അപ്പോൾ നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ എന്തായി? പാരഡൈം ഷിഫ്റ്റ്. അതൊരു സിസ്റ്റത്തിൽ നിന്ന് വേറെ സിസ്റ്റത്തിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ഹൈബർനേഷൻ മെത്തേഡ് ഇപ്പോഴേ സംഭവിച്ചു. ഇപ്പം ഞാൻ പറഞ്ഞ ക്ലാസ് ഉണ്ടല്ലോ, അതൊരു സുഷുപ്തി മെത്തേഡാണ്. അപ്പോൾ അതിലൂടെ നമ്മൾ എന്ത് ചെയ്തു? വി ജസ്റ്റ് കെയിം ഹിയർ, സെൽഫ് തോട്ട് പ്രോസസ്സിലേക്ക് വന്നു. നൗ യുവർ ഗോൾ ഈസ് ഹിയർ അല്ലേ? ഈ ഗോൾ ഇവിടെ സെറ്റ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം വരുന്നത്? ദ ഓവറോൾ മീനിങ് ഓഫ് യുവർ ലൈഫ് ചേഞ്ചസ് അല്ലേ? ശരിയാണോ? അമ്മയെ പഴയ പോലെ എനിക്ക് ഇഷ്ടപ്പെടാൻ പറ്റുമോ? കാരണം അമ്മ കാണിക്കുന്ന സ്നേഹത്തിൻ്റെ എലമെൻറ്റിൽ ഹെയ്റ്റ് ഹിഡൻ ആണ്. എപ്പോൾ വേണമെങ്കിലും പോപ്പപ്പ് ചെയ്യാം, വരാം. ഇതൊക്കെ നമ്മൾ പഠിച്ചു. അപ്പം നമ്മൾ ഈ പകുതിയിൽ പഠനം നിന്നാൽ, ഇഫ് ഇറ്റ് ഈസ് സ്റ്റോപ്ഡ് ഇൻ ദ ഹാഫ് വേ, വാട്ട് യു ആർ ഗോയിങ് ടു ഫേസ് ഈസ് എ ഡിസാസ്റ്റർ. ആ ഡിസാസ്റ്റർ ഇല്ലാതിരിക്കാനാണ് ഈ നോളജ്. യു ഗോട്ട് ഇറ്റ്? അപ്പോൾ യു ഹാവ് ടു ഫീൽ ദാറ്റ് ദിസ് തിയറി ഈസ് എ ബ്ലെസ്സിങ് ഫോർ യു. ഫോർ ദാറ്റ് you need 2 more things to learn. That is called pristine witnessing process. അപ്പോൾ മൈൻഡിന് ഒരു നേച്ചർ ഞാൻ പറഞ്ഞു തന്നല്ലോ ഓൾറെഡി. എന്തായിരുന്നു അത്? നേച്ചർ ഓഫ് മൈൻഡ് സിന്തസിസ് പറഞ്ഞില്ലേ? സിന്തസിസ്. ഇത് ദ ഡൈനാമിക് നേച്ചർ ഓഫ് മൈൻഡ് ആണ്. The synthesis is called the dynamic nature of mind. So it is called dynamic. Padhicho? Dynamic means moves. It's an active form of the mind. The mind is in action. Clear? But this pristine witnessing is all about static nature of the mind. Dana? മൂവ് ചെയ്യാത്ത മൈൻഡ്. ഡൈനാമിക്കിൻ്റെ ഓപ്പോസിറ്റാണ് സ്റ്റാറ്റിക്. സോ ദിസ് പ്രിസ്റ്റീൻ വിറ്റ്നസിങ് പ്രോസസ് ഈസ് കോൾഡ് സ്റ്റാറ്റിക്. ഇൻ ദ ഡൈനാമിക് മൂവ് യു വിൽ നോട്ട് ഫൈൻഡ് എനി മീനിങ്, ബട്ട് ഇൻ ദ സ്റ്റാറ്റിക് മൂവ് യു വിൽ ഫൈൻഡ് മീനിങ് ഇൻ ലൈഫ്. ഇഫ് യു ഡോണ്ട് ഫൈൻഡ് മീനിങ് യു കനോട്ട് മൂവ്. അപ്പോൾ ഈ പ്രിസ്റ്റീൻ വിറ്റ്നസിങ് പ്രോസസ്സ് ചെയ്യാതെ നമ്മൾ ഇതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളൊരു സീരിയൽ കില്ലർ പോലെ ആയി മാറും. ഇമോഷണൽ ഇൻ്റലിജൻസിന് സൂക്ഷിക്കണം. ഇഫ് ഐ ഫീൽ ദാറ്റ് ഐ ഡോണ്ട് വാല്യൂ എനിത്തിങ്, ഐ ആം ദ ബെസ്റ്റ്, ഐ ആം ദ ഗ്രേറ്റസ്റ്റ് ഈഗോയിസ്റ്റ് ആൻഡ് നോ ലവ്, നോ ഹേറ്റ്, then why should I live? Let me find meaning. Then the moment will be totally devastating and destructive.
അപ്പോഴും നമുക്ക് എന്താണ് പ്രശ്നം പറ്റുക? ലൈഫിനെ മൊബിലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു സീരിയൽ കില്ലറിൻ്റെ ലൈഫ് എന്താണ്? He does not have the process of meaning in his life. Why? Because in his dynamic mindset, he lost the meaning. In case, if he learn about pristine witnessing process or static nature of mind, he cannot be a serial killer. Got it? അപ്പോൾ നമ്മളൊരു സീരിയൽ കില്ലറിനെ കാണുമ്പോൾ അറക്കുകയാണ്, നമ്മൾ വെറുപ്പ് കാണിക്കുകയാണ്. പക്ഷേ ഇമോഷണൽ ഇൻ്റലിജൻസ് തിയറി പഠിച്ച ഒരാൾക്ക് അയാളെ മാറ്റി നിർത്താൻ പറ്റില്ല. കാരണം യു നോ ദാറ്റ് ഹിസ് മൈൻഡ് ഈസ് ഡൈനാമിക്, ബട്ട് ഹി കനോട്ട് ഫൈൻഡ് എ മീനിങ് ഇൻ ലൈഫ്. സോ ദാറ്റ് കൺഫ്യൂസ്ഡ് മൈൻഡ് ഈസ് ടേക്കിംഗ് ഇൻഡ്യൂസ്ഡ് തോട്ട് പ്രോസസ്സിൻ്റെ എതിരെ മൂവ് ചെയ്യുക എന്നുള്ളൊരു സ്റ്റാൻഡിൽ വരും. കാരണം ഹീ നെവർ ഫൈൻഡ് മീനിങ് ഹിയർ. He does not know how to compose this. Then he directly get into the dynamic system where he thinks that neither love, hate exist, so is my crimes. Got it? അപ്പോൾ ഇതിൽ നിന്ന് മീനിങ് നഷ്ടപ്പെട്ട് ആ ഡൈനാമിക് സ്റ്റേജ് ഉപയോഗിച്ചാൽ ഇതേ നമ്മൾ തന്നെ ക്രിമിനൽസായി മാറും. മറിച്ച് ഇഫ് യു പ്രോസസ് ഇൻ ദിസ് വേ, you will be the productive person. So we can also be criminals. We can also be productive people. രണ്ടിനുള്ള സാധ്യത എന്തിലുണ്ട്? നമ്മുടെ ഉള്ളിലുണ്ട്. How a lover is killing another lover in the name of love. Have you ever thought of it? So as per the induced thought, love is great and hate is a different matter. നമ്മുടെ തിയറിയിൽ സിന്തസിസ് വന്നു. പക്ഷെ ഇതിൽ ലവ് ഇല്ലെങ്കിൽ പിന്നെ എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ? ഹേറ്റ്രഡ് ആണ്. അങ്ങനെയാണ് ഞാൻ ഇൻഡ്യൂസ്ഡ് തോട്ട് മെക്കാനിസത്തിൽ പഠിച്ചിട്ടുള്ളത്. ദെൻ ഐ ഡിസൈഡഡ് ടു ഫിനിഷ് ദാറ്റ് പേഴ്സൺ ബിക്കോസ് ഐ ലോസ്റ്റ് മീനിങ് ഇൻ ദാറ്റ് റിലേഷൻഷിപ്പ് ഇൻ ലൈഫ്. സോ ലൂസിങ് മീനിങ് ഈസ് എ ഡേഞ്ചറസ് ഗെയിം. സോ ഇമോഷണൽ ഇൻ്റലിജൻസ് നമ്മൾ പഠിച്ചു വരുമ്പോൾ പ്രാക്ടിക്കലി നമുക്കൊരു ഇൻവോൾവ്മെൻറ്റ് കുറവ്, ഒരു ഡിറ്റാച്ച്മെൻറ്റ് ഫാക്ടറും ഉടലെടുക്കും. അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നെക്സ്റ്റ് മൂവ്മെൻ്റ് എന്താ? ഇതിൻ്റെ പോളർ ഓപ്പോസിറ്റിലേക്ക് പോവുക. ദിസ് ഈസ് പോസിറ്റീവ് ഇൻഡ്യൂസ്ഡ് പ്രോസസ്സ്. വലിയ ഹാമില്ല, നമുക്ക് ഇന്നറായിട്ട് കുറച്ച് ട്രോമ തരുന്നല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് നേരെ പോളർ ഓപ്പോസിറ്റിലേക്ക് പോകും. ഇവരെയാണ് നമ്മൾ ക്രിമിനൽസ് എന്ന് പറയാം. നാളെ ഒരു ക്രിമിനലിനെ കാണുമ്പോൾ പേടിക്കണ്ട. ഇപ്പോൾ കൊല്ലാൻ നിൽക്കുന്ന ക്രിമിനൽ പെട്ടെന്ന് അവൻ്റെ കുട്ടി വരുമ്പോൾ കത്തി താഴെ ഇടുന്ന സീൻ നമ്മൾ കണ്ടിട്ടില്ലേ സിനിമയിൽ? എന്താ കാരണം? പെർമനൻസ് ആൻഡ് കണ്ടിന്യൂറ്റി, ട്രിഗറിങ് ഓഫ് ദ തോട്ട്, ദ ലവ്, കോൺസിക്വൻസ് ഓഫ് ലവ് കെയിം. ഹി ജസ്റ്റ് വെൻറ്റ് ഇൻ ടു ദർ ഹി അറ്റ്ലീസ്റ്റ് ഫൈൻഡ് എ മീനിങ്. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഓ ഗ്രേറ്റ് മാൻ. എന്നിട്ട് നമ്മൾ അയാളെ കാണാൻ പോവാണ്. ചിലപ്പോൾ അയാൾ നമ്മളെ കൊന്നുകളയും. എന്താ കാരണം? ഈ പെർമനൻസ് ആൻഡ് കണ്ടിന്യൂറ്റി തോട്ട് നമ്മൾ ആ കുട്ടി ഉണ്ടാക്കിയപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. ഹിസ് മൈൻഡ് വിൽ ബി ഡിഫറെൻറ്റ്. അപ്പം നമ്മൾ ഒരു ക്രിമിനലിനെ പഠിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ദാറ്റ് ഈസ് ഓൾസോ എ തോട്ട് മെക്കാനിസം ആൻഡ് ദിസ് വിൽ. നമ്മൾ ശ്രദ്ധിച്ചില്ലേ, പാവം പോലെ ഇരിക്കുന്ന പയ്യൻ ഒരാളെ കൊന്നു. ഹൗ ഇറ്റ് ഈസ് ഹാപ്പനിങ്? അപ്പോൾ ഇൻഡ്യൂസ്ഡ് തോട്ടിൽ നിന്ന് അവർക്ക് ഈ ഡൈനാമിക് പ്രോസസ്സിൽ മീനിങ് നഷ്ടപ്പെടുമ്പോൾ അവരിതിൻ്റെ പോളർ ഓപ്പോസിറ്റ് മൂവ് ചെയ്യുകയും ആ പോളർ ഓപ്പോസിറ്റിൽ ഹെയ്റ്റ് കോൺസിക്വൻസസ് തരുന്ന ആളുകളെ അവർ കൊന്നുകളയും ചെയ്യും. അമ്മയെ കൊന്ന മകൻ എത്ര നന്നായി നോക്കിയിട്ടുണ്ടാവും ചെറുപ്പത്തിൽ അമ്മ, അല്ലേ? അപ്പം ഇത്തരം കോൺസിക്വൻസസ് ഈ പഠനത്തിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരാതിരിക്കാനാണ് ഈ ഡയമെൻഷനിൽ നിന്ന് ഈ സീക്രട്ടും കൂടി നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതായിട്ടുള്ളതിൻ്റെ ആവശ്യകത. സോ മനസ്സിന് രണ്ട് നേച്ചർ ഉണ്ടെന്ന് പഠിക്കണം. നമുക്ക് എത്ര നേച്ചറുണ്ട്? രണ്ട് നേച്ചറുണ്ട്, സ്റ്റാറ്റിക് നേച്ചർ, ഡൈനാമിക് നേച്ചർ. എന്താ കാരണം? അവർ മൈൻഡ് ഈസ് ഓൾസോ ഹാവിങ് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് നേച്ചർ. സ്റ്റാറ്റിക് നേച്ചറിൽ നിന്നുകൊണ്ട് മാത്രമേ സസ്റ്റൈൻഡ് മീനിങ് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ഇഫ് യു വാണ്ട് എ സസ്റ്റൈൻഡ് മീനിങ് ഇൻ ഹ്യൂമൻ ലൈഫ്, it happens only when mind is in the static nature. അതുകൊണ്ടാണ് ഈ സ്പിരിച്വൽ ഗോഡ്മാൻമാരൊക്കെ ആളുകളെ എക്സ്പ്ലോയിറ്റ് ചെയ്യണം. ദേ ആർ ഓഫറിങ് ദിസ്. സോ ദേ ഫൈൻഡ് മീനിങ്
in a way that one day I will find meaning. They find meaning in a way that one day I will find the meaning. This is the secret of spiritual journey, so-called spiritual journey. You got me? So, you have learned a very important theory called self-thought process. Now, you have to keep the sustained meaning in your life. The moment you blend it together, it is called transformation, which is the step 1. Clear? So, how to create this static nature consciously? That method is called pristine witnessing. Why it is called pristine? Why it is called pristine? Why? Because if this static thought does not exist, clinical death will happen. All dynamic thoughts are stagnated. You are still alive. Why? Because there is pristine state of mind is there, which is static. And again, you are finishing this means clinical death. പണ്ട് കാലത്ത് ആളുകൾ മെഡിറ്റേറ്റ് ചെയ്ത് സമാധിയായി എന്നൊക്കെ കേട്ടിട്ടില്ലേ? എന്താ കാരണം? Reaching this pristine thought is called enlightenment. The moment it is in hibernation means clinical death. So conscious death is called samadhi. കേട്ടിട്ടില്ലേ പണ്ടത്തെ? ജലസമാധി, ജലത്തിനുള്ളിൽ നിന്ന് മരിച്ചു. അപ്പോൾ അയാളുടെ ആ ഋഷി അല്ലെങ്കിൽ മെഡിറ്റേറ്റർ അല്ലെങ്കിൽ whoever it is, അയാളുടെ pristine thought coming to an end. But now what we are going to do is, it's a trick. It's a wisdom sphere trick. We will play synthesis here. You got it? This is itself is a dynamic process. Within this plane, this synthesis happens. I mean, this flip happens, synthesis happens. And in the higher plane, we are going to this synthesis. This will make you extraordinary. And all extraordinary people are like that. In the static mind state, if you write a poem, it touches the heart. If you do the same here, you will call it mechanical. In the static process, if you talk to someone, it is heart-touching. If it in this way, it's fake. You got me? But this synthesis happens. An emotional intelligent person always keep the static state dominant and this one in the less format. Love and hate we explained. In synthesis, love is less hate, hate is less love. And we are applying a universal principle for the mind, which is the synthesis between dynamic and the static mind. So ultimately, if you apply emotional intelligence, the result will be the synthesis between the static and the dynamic process of mind. And if you can dominate the static process much, you are more stable, matured, composed, successful, and extraordinary. This is the only magic happens with all great people. Nothing else. They done it unknowingly. You are going to do it consciously. So who is more intelligent? You are more intelligent because you are consciously taking a decision to play the synthesis of the mind. You used to play the synthesis of the thought, synthesis in the society, in the family. It's the first time someone is going to play the synthesis of the mind. If you can play the synthesis of the mind, who are you? You're definitely extraordinary. Something extra is there. It is nothing but this play. This is the fundamental of the pristine witnessing process. So, what is the nature of this dynamic process? Permanence and continuity.
right? What is the nature of static process? It's witnessing. Got it? The nature of mind in a static form, it's called witnessing. Just imagine you are static. The only property of the mind functions is watchfulness. If you sit just like this, what you can avail is only the witnessing or watching process. So the nature of the static mind is witnessing. The nature of dynamic mind is permanence and continuity. So dynamic mind will demand for what? Permanence and continuity. The static mind will demand for what? Witnessing and balance. So once you are in that state, which is called emotional intelligence, which is a knack, not a skill. Got it? So whenever you take a thought, whether this is a self process or induced process, the nature of thought is very important. Now you learned the nature of mind. Within that mind, so the beauty is in the dynamic realm, there are millions of thoughts. In the static realm, only one thought. That is called pristine. There is no other thought behind it. So when you play the synthesis with the mind alternatively, your mind can just process millions of thoughts. At the same time, your mind can just separate all those thoughts and be the one thought. This synthesis process is very important. Static to dynamic, dynamic to static. But both are existing in the same plane. It is your choice which one is supposed to be dominated, which is not. This intelligence is called emotional intelligence. It is not how to manage love. How you can manage love? Consequence has no vectors, directions and propositions. Love-ന് ഒരു direction ഉണ്ടോ? Propositions ഉണ്ടോ? Physical properties ഉണ്ടോ? Then how will you do? How will you play with love? All are failure. And there is a chance of success, that is EI, emotional intelligence. You cannot play with love because it's a consequence. A thought which triggers another thought which produces a consequence. And love is comfortable, so we call it as a positive emotion. Hate is not comfortable, because of that, you're calling it as a negative emotion, right?